ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. 6:15 6 മണിക്ക് ഇറങ്ങിയതാണ്. 6:15 എന്താ മാഗ്നറ്റാണ് എൻ്റെ കൈ ഇങ്ങനെ തൊട്ടാൽ മതി, ലോക്കോപ്പളാവും. എല്ലാവരും നല്ല ഉറക്കമുണ്ടാ. 6 മണിക്കൊന്നും ആരും എണീറ്റിട്ടില്ല, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ രാവിലെ തന്നെ ഒരു 5 മണിക്ക് തന്നെ അലാറം വെച്ച് എണീറ്റ് 6 മണിക്ക് കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് എത്ര കസ്റ്റമറാ നമ്മുടെ വണ്ടിയിൽ കയറുമെന്ന് നമുക്ക് നോക്കാടാ. എത്ര രൂപയുടെ ഏണിങ്സ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. 6 മണി തൊട്ട് എത്ര മണി വരെ ഓടുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ടയേർഡായി കഴിയുമ്പോൾ ഞാൻ എന്തായാലും വീട്ടിലോട്ട് കയറും. ഉച്ചക്ക് എന്തായാലും ഞാൻ ഓടാൻ ചാൻസ് ഇല്ല, കാരണം നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്, വണ്ടിയും ചൂടാവും, മനസ്സിലായോ? സോ ആ 1 മണി ടൈം തൊട്ട് മാക്സിമം ഒരു 12:30 തൊട്ടൊരു 3 മണി വരെ ഞാൻ എന്തായാലും വണ്ടി ഓടാൻ ചാൻസ് ഇല്ലടാ. നല്ലോണം ഹീറ്റാവുണ്ട് വണ്ടി. അപ്പോൾ മാക്സിമം നമുക്കൊരു 12:30 മണി വരെ ഓടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങാം. അങ്ങനത്തെ മൈൻഡാണ് ഞാൻ വെച്ചേക്കണത്. സോ ഞാനിപ്പോൾ ഊബറെല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വണ്ടി എടുത്ത് പുറത്തേക്കിടാം. അപ്പോൾ ചവരെ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ അറ്റ് 6 മണിക്ക് at 6 AM. കാക്കമലന്ന് പറക്കുന്നുണ്ടോ? എന്തായാലും 6 മണിക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട് നമുക്ക് ഇറങ്ങാം. നമുക്കിവിടെ തന്നെ നിൽക്കാം, അതായിരിക്കും നല്ലത് അല്ലേ? അതെ, എന്നിട്ട് ട്രിപ്പ് വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. ട്രിപ്പ് വന്നു സൗത്തിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും. ഓക്കെ, കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ. കസ്റ്റമർ ഈസ് അപ്പുറത്താണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. നമുക്ക് ഈ വഴി കൂടി പോവാം. ഈ വഴിയൊന്നും ഉപയോഗിക്കാനുള്ള കുറേ നാളായിട്ട്. ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ സൗത്തിലേക്ക്. 190 രൂപയാണ് കാണിച്ചേക്കണത്. സോ ഇന്നത്തെ കൈനീട്ടമാണ് നമുക്ക് കിട്ടിയത്. ജസ്റ്റ് ഓണാക്കി ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടാ. ഒരു 5 കസ്റ്റമറെങ്കിലും ഈ 12 മണി വരെ കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. വീഡിയോയിൽ എന്തെങ്കിലും കാണിക്കാനുണ്ടാവും, ഇല്ലെങ്കിൽ ഫ്ലോപ്പായി പോകും വീഡിയോ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, പള്ളുരുത്തിയിൽ ഈ കാവടിയും പകൽപ്പൂരവും ഒക്കെ കഴിഞ്ഞ് പള്ളുരുത്തി ഉത്സവം തീരാറായി, കൊടിയിറങ്ങാറായി. കസ്റ്റമർ ഇവിടെ ഉണ്ട് നിൽക്കുന്നത്. സോ ഗൈസ്, ഞാൻ കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ. 184 രൂപ ഉണ്ടാവും നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയേക്കണത്. 199 രൂപ കാണിച്ച് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കിയിട്ടാ. എന്നിട്ട് നമുക്ക് 184 രൂപ കിട്ടി. 14 രൂപ സംതിങ് എടുത്തോളൂ കേട്ടോ. നമുക്കൊന്ന് ടിക്കറ്റ് കൗണ്ടർ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് ടിക്കറ്റ് നോക്കിയിട്ടേ കിട്ടിയില്ല. സോ ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് പോവാം, അതായിരിക്കും നല്ലത്. അത് വളരെ ദയനീയമായ അവസ്ഥയായി പോയി. ചോദിക്കണ്ടായിരുന്നു, രാവിലെ തന്നെ ആട്ട് കിട്ടി. ആ ചേച്ചി, ആ 6ാം കൗണ്ടറിൽ ഇരിക്കണ ആ ചേച്ചി പറയണ പുറത്തു. ഞാൻ ചോദിച്ചു തൽക്കാലം എപ്പോഴാണ് ഓപ്പൺ ആണെന്ന് ചോദിച്ചു. അതിന് പറയണേ അപ്പുറത്തു ഇപ്പുറത്തു. എന്തുവാടേ ഈ 2025 തന്നെയാണ് ജീവിക്കണത്. അതിന് 10-35 വയസ്സെന്തോളൂന്നാണ് കണ്ടിട്ട്. എന്നിട്ട് ഇമാതിരി സീൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സീൻ ഒടുക്കത്തെ സീൻ. എനിക്കൊന്നും അറിയില്ല, സീനാണ് മൊത്തത്തിൽ. ഇവിടെ ചെക്കിങ് ആണല്ലോ, റെയിൽവേ പോലീസാണെന്നാണ് അവിടെ. റെയിൽവേ പോലീസാണ്. ഒരു സ്ഥലം നോക്കി ചിരിക്കണ്ട് നൈസായിട്ട്. അടിപൊളി. ഞങ്ങളെ സിനിമയിലെടുത്തേന്ന്. പോലീസുകാരോട് പറയാന്ന്, എന്ത് സ്റ്റാഫാണ് അവിടെ ഇരിക്കണ, പിടിച്ച് 2 ചവിട്ട് വിട്ടാൻ പറഞ്ഞു. രാവിലെ എണീറ്റിട്ടേ കബൂറാക്കി തന്നെ തൽക്കാലം എപ്പോഴാ ഓപ്പണാണെന്ന് വെച്ചപ്പോ ആട്ടി ഓടിച്ച്. തൽക്കാലൊക്കെ ചോദിക്കണത് ഇത്ര വലിയ കുറ്റമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മണ്ടാരം പിടിക്കാൻ. അവനെ ഓ കമോൺ, ഞാറക്കലേക്ക്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, ഞാറക്കൽ. ഇതെവിടെയാണ്? നേവിഗേറ്റ്. ഓക്കെ,
മെട്രോയുടെ അവിടെ എവിടെയോ നിൽക്കണേടാ. ഞാൻ എന്തായാലും ഈ കസ്റ്റമറേയും കൂടി ഒന്ന് പിക്ക് ചെയ്തേക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. എന്നാലും റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാഫൊക്കെ ഇങ്ങനത്തെ പഴയ കാലഘട്ടം മൂടാണെന്നല്ലേ. ശരിക്കും അങ്ങനത്തെ സ്റ്റാഫിനെയൊക്കെ പിടിച്ച് മാറ്റണം. പരീക്ഷ എഴുതി അല്ലേ? പോയിക്കോ, നോ പ്രോബ്ലം. ആ ചേട്ടൻ പെട്ടെന്ന് തിരിച്ചതാണ് അറിയാതെ. പ്രായമുള്ള ഏട്ടനാ. ഇവിടെ എവിടെയാണ് കസ്റ്റമർ ഇരിക്കണേടാ? കുറച്ചും കൂടി മുമ്പോട്ട്. യെസ്. അയ്യോ, കഴിഞ്ഞു പോയി. എവിടെയാണ് നിൽക്കണം? ഇവിടെ വിളിച്ച് നോക്കട്ടെ കേട്ടോ. ആ മച്ചാന നമ്മുടെ ഞാറക്കൽ ഇറക്കിയിട്ടാ. അപ്പോൾ തന്നെ എനിക്ക് വേറൊരു ട്രിപ്പും കൂടെ അടിച്ചിട്ടാ. സ്ട്രെയിറ്റ് തന്നെയാണ് അടിച്ചാണ്. അത് ഇറക്കണേ മുമ്പ് തന്നെ ട്രിപ്പ് അടിച്ചിട്ടാ. എങ്ങോട്ടേക്കാണെന്ന് നോക്കിയില്ല, ഞാൻ ആക്സെപ്റ്റ് ചെയ്ത്. കാരണം ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും സ്കൂട്ടാകാം. സോ നേരെ കാണിക്കണത് കണ്ണൂരിൽ നിന്ന് തന്നെ മച്ചാനുണ്ട്. ഇന്നലെ രാത്രി വണ്ടി കയറിയതാണ് കണ്ണൂരിൽ നിന്ന്. അത് പുള്ളി ഇവിടെ എന്തോ എക്സാമാ അങ്ങനെ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി വന്നേക്കണാണ്. അധികം സംസാരിച്ചില്ല, പുള്ളിക്ക് ചെറിയൊരു ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. ഇവിടെ നിന്നാണ് എനിക്ക് അടുത്ത ട്രിപ്പ് അടിച്ചേക്കണത്. ബീച്ചാണ് അപ്പുറത്ത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വഴി കൂടി വന്നത്. നല്ല അടിപൊളി വഴി, നല്ല അന്തരീക്ഷം, അടിപൊളി. ആഹാ, എന്നാ വൈബാണല്ലോ ഞാറക്കലൊക്കെ. നോക്കിയേ എൻ്റെ അപ്പം തന്നെ വേറെ മൂട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പൊളി. നമ്മുടെ അന്ധകാര നഴി ബീച്ചൊക്കെ ഇരിക്കൂലേ, അതേപോലെ തന്നെ. വാവ്, കട്ടാപ്പുറത്ത് വളർന്ന മക്കളാണ് അല്ലേ? പൊളി. ഓ, നൈസ് സ്പോട്ടാണ്ടത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ ബീച്ചും. ഓക്കെ ഞാൻ വന്നിട്ടുണ്ട്. സോറി വന്നിട്ടില്ലെന്നല്ല, വന്നിട്ടുണ്ട്. ഈ റോഡ് ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ഒരു പ്രാവശ്യം കാറായിട്ട് വന്നിട്ടുണ്ട്. റോഡിന് എന്തോ പണി നടക്കണായിരുന്ന അങ്ങനെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നു. മറ്റേ കുഴിപ്പള്ളി ബീച്ചിൽ നിന്ന് നേരെ വന്ന റോഡാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയോ ഇവിടെ നിന്നാണ് നമുക്കൊരു ട്രിപ്പ് അടിച്ചേക്കണേട്ടാ. നമ്മുടെ CNG തീരാറായിട്ടിരിക്കണാണ് ഗൈസ്. ഈ ട്രിപ്പ് അടിച്ച് നേരെ പോയിട്ട് നമുക്ക് CNG അടിച്ചില്ലെങ്കിൽ ട്രാപ്പ്. 135 കിലോമീറ്റർ ഓടി. ഇനി 2 ഘട്ട CNG ഉണ്ട്. 350 രൂപയുടെ ട്രിപ്പാണ് അടിച്ചേക്കണത്. എങ്ങോട്ടേക്ക് കാണുന്ന ഞാൻ നോക്കില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്ത്. കാരണം കിട്ടിയ ട്രിപ്പ് നമ്മൾ കളയരുത്. അതുകൊണ്ട് ഓക്കെ, ലൊക്കേഷനിൽ എത്തിയിട്ടാ. ഞാൻ കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. പുള്ളി പറഞ്ഞേ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോവാ, ഞാനിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, വെയിറ്റിംഗ് ടൈം എന്തായാലും നിന്നു കേട്ടോ. ലൊക്കേഷൻ അവിടെ കാണിച്ചത്. അതെ, നിൽക്കണ പുള്ളിയാന്ന് തോന്നുന്നു. ഗൈസ്, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ ഈ ട്രിപ്പ്. 450 രൂപ മേടിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ ഈ 3 ട്രിപ്പിനും കൂടി നമുക്ക് കിട്ടിയേക്കണത് എത്രയാണ്? ലോഡായിട്ടില്ല, ലോഡായിക്കൊണ്ടിരിക്കണുള്ളൂ. ഇത് 2 ട്രിപ്പിന് കിട്ടിയതാണെന്ന് തോന്നുന്നു. 316 രൂപ കൂടി കിട്ടിയിട്ടുണ്ട്. സോ 6:11 തുടങ്ങി 7:49 ആയപ്പോഴത്തേക്കും 783 രൂപ. ഇന്നലെ രാവിലെ 9 മണിക്ക് ഇറങ്ങി വൈകിട്ട് 5 മണി വരെ ഓടിയത് 600 രൂപ. പക്ഷെ എന്താണല്ലേ ഡിഫറൻസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് യൂബർ ഞാൻ ഓഫാക്കിയിടണേ. കാരണം നമ്മുടെ CNG ഡെഡായി. ഈ കാശിന് CNG അടിച്ചിടണം, അല്ലെങ്കിലേ പെട്ടു. സോ അതുവരെ അപ്ഡേറ്റ് ചെയ്തോട്ടെ. അങ്ങനെ CNG അടിച്ചിട്ടുണ്ടാ 691 രൂപ ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, 783 രൂപ കിട്ടി. അതിൽ 691 രൂപ CNG അടിച്ച്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഇനി ട്രിപ്പ് ഉണ്ടാവും ദൈവം കണ്ട്. എയറും കൂടി ഒന്ന് ചെക്ക് ചെയ്തേട്ടെ. ഒരാഴ്ച ലോട്ടറി അടിച്ച് ഇപ്പോൾ ഒരു കോൾ വന്നില്ലേ, അതൊരു ട്രിപ്പ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി വേണ്ട. 8 മണി നേരെ പള്ളുരുത്തിലേക്ക് പോകണം. കാലിയോടിയെങ്കിൽ കാലിയോടി ഞാൻ പോവുള്ളൂ. കാരണം നല്ല ട്രിപ്പാണ്. വേറെ ആരുടെ അല്ല, നമ്മുടെ ജയ്ബ്രോൻ്റെ ട്രിപ്പാണ്. ജയ്ബ്രോ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വരാൻ പറഞ്ഞു, ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഗൈസ്, ഇനി എല്ലാ ദിവസവും ഞാൻ രാവിലെ ഇറങ്ങുന്നു. നല്ല ഫ്രഷാണ്. രാവിലെ ഇറങ്ങി കഴിഞ്ഞാണെങ്കിലേ നല്ല എന്താ പറയുക, നല്ല റീഫ്രഷാണ്, സെറ്റാണ്.
ഇത് പേഴ്സണൽ ഓട്ടോ ആണല്ലോ സത്യത്തിൽ. ആ CNG അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിട്ടണത് നമ്മുടെ സേവിങ്സിൽ പോവും. ഓക്കെ, ഇപ്പം ഇവിടെ നിന്ന് പള്ളുരുത്തിലേക്ക് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. നേവിഗേഷൻ വീടിൻ്റെ അങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും പറയണത് നേവിഗേഷൻ ഇട്ടാൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള ട്രിപ്പ് കിട്ടുമെന്ന് പറയണത്. പക്ഷെ എനിക്ക് നിന്ന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല ഗൈസ്. കാരണം കസ്റ്റമർ അവിടെ പോസ്റ്റാണ്, അതായത് ജയ്ബ്രോ അവിടെ പോസ്റ്റാണ്. സോ പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ നമ്മൾ പോസ്റ്റ് ആക്കണം. കാര്യം ശരി, ജയ്ബ്രോൻ്റെ ചങ്കാണ്. എന്നാലും എത്ര ചങ്കായാലും നമ്മൾ പോസ്റ്റ് ആക്കണം ശരിയല്ല. ഐ ഡോണ്ട് ലൈക്ക്. നമുക്ക് എന്തായാലും ട്രിപ്പ് കിട്ടണമെങ്കിൽ എടുത്തിട്ട് പോകട്ടോ. ഞാനിപ്പോൾ ജയ്ബ്രോനോട് പറഞ്ഞിട്ടുണ്ട്. ജയ്ബ്രോ ഇന്നപോലെ കടവന്തരയിലാണ്, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സെറ്റ് എന്ന് പറയുന്നത്. പള്ളുരുത്തി എത്തിയപ്പോൾ ട്രിപ്പ് അടിച്ചേക്കണം. പള്ളുരുത്തിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോയതാണ്. എന്നിട്ട് പള്ളുരുത്തി എത്തിയപ്പോൾ ട്രിപ്പ് അടിച്ചേക്കണം കടവന്തരയിലേക്ക്, ഗിരിധർ ഹോസ്പിറ്റലിലേക്ക്. അതിൻ്റെ ഓഫാക്കിയിട്ടേക്ക്. ഇനി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഊബറിൻ്റെ മറ്റേ റേറ്റിംഗ് ഒക്കെ കുറയും. അതുകൊണ്ട് മണ്ടത്തരം കാണിച്ചു, ഒരെണ്ണം എടുത്തില്ല. ഞാനങ്ങനെ ഇരിക്കാതെ നോക്കണം. മാക്സിമം ഫുള്ള് എടുക്കണ പരിപാടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കണേ. ഊബർ മാത്രമേ ഞാൻ ഓടണുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ സവാരിയൊക്കെ വരുന്നുണ്ട്. സവാരിയൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. ട്രിപ്പ് കിട്ടിയാൽ നമ്മൾ എടുക്കും. ഓക്കെ, ബാക്കി ഒലയും റാപ്പിഡോ ഒക്കെ ഈ റീചാർജ് വന്നേക്കൊണ്ട് ആകെ ശോകമാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഊബറിൽ എന്തോ പാസ്സൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മച്ചാനില്ലേ, നമ്മുടെ അഖിൽ മച്ചാൻ, യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യണം. ആ പുള്ളീനെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അപ്പോൾ പറഞ്ഞ് ഇന്ന പോലെ ട്രിവാൻഡ്രത്ത് പാസ്സൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ വന്നാന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചതാണ് പുള്ളീൻ്റെ അടുത്ത്, എങ്ങനെ ഉണ്ട് ഓട്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ പാസ്സൊക്കെ വന്നിട്ടുണ്ട് ബ്രോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പാസ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. എനിവേ ഞാനിപ്പോൾ വീട്ടിൽ നമ്മുടെ ജയ്ബ്രോ നിൽക്കുന്നുണ്ട്. ജയ്ബ്രോനായിട്ട് ഇനി എങ്ങോട്ടാണ് പോകണേന്ന് അറിയില്ല. എന്തായാലും ഇനി ജയ്ബ്രോനായിട്ട് പോകുന്ന കാഴ്ചകളും രസകരമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും. ഞാനും ജയ്ബ്രോയും കൂടി ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി മലക്കപ്പാറ അവിടെ ഇവിടെയൊക്കെയായിട്ടൊക്കെ പോകട്ടെ. പിന്നെ ജയ്ബ്രോക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുള്ളീനെ കാണിക്കാത്തത്. പുള്ളി പള്ളിയിലച്ഛൻ ഞങ്ങളുടെ പള്ളിയിലച്ഛനാണ് ജയ്ബ്രോ എന്ന് പറഞ്ഞാൽ. ജയ്ബ്രോ വെച്ചതാണ് അത്. കണ്ട അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരതുണ്ട്, ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അർത്തങ്ക പള്ളി പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ വെച്ചതാണ് അവിടെ ഇരിക്കട്ടെ എന്ന്. ഞാനത് മാറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ കയറുമ്പോൾ ഫസ്റ്റ് നോക്കണം അതായിരിക്കോടാ എൻ്റെ അടുത്ത്. അതെവിടെയാണെന്ന് നോക്കിക്കോളൂ. അത് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ വധിച്ചാളാം ഞാൻ. സോ അത് എൻ്റെ ജയ്ബ്രോ വെച്ച് തന്നേക്കണത് അവിടെ ഇരിക്കട്ടെ. അത് വല്ലതും ആരും കസ്റ്റമർ എടുത്തിട്ട് പോയാ എൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞ്. അങ്ങനെയാണ് ജയ്ബ്രോ. ഭയങ്കര ഭക്തിയും ഇതൊക്കെയാണ്. ഡയറ്റാണ് ഇപ്പോൾ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്റ് ഫാസ്റ്റിംഗ് ആണ്. പുള്ളി ഫുൾ ടൈം ഫാസ്റ്റിംഗ് ആണ്. വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് നോമ്പുള്ളത്. അത് എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചകളിലും പുള്ളിക്കാരൻ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ. അന്നത്തെ ദിവസം ശുദ്ധിയാകാൻ വേണ്ടി വ്യാഴാഴ്ചയും ശനിയാഴ്ചയും പച്ചക്കറിയിലേക്ക് മാറ്റും. അതൊക്കെ ഒരു വെറൈറ്റി നോമ്പല്ലേ. എൻ്റെ തന്നെ കിളി വർത്തിയ നോമ്പാണ് അതൊക്കെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പുള്ളി ഇന്നൊന്നും കഴിക്കൂല, ഞാൻ മാത്രം കഴിക്കുള്ളൂ. എൻ്റെ നോമ്പ് പൊളിഞ്ഞ് കഴിച്ചു. ഞാൻ 50 ദിവസം നോമ്പെടുത്താണ്. ഒന്നും പറയണ്ട. നമ്മുടെ ടർബോ ഉണ്ടല്ലോ, അവൻ കൊണ്ടുവന്ന് പന്നി വിന്താല് കൊണ്ട് വെച്ചേക്കണം എൻ്റെ മുമ്പിൽ. വിട്ട് കളയോ കൈസ്, തിന്ന് തീർത്ത് ഞാൻ. എൻ്റെ നോമ്പ് അങ്ങനെ പോയി ഗൈസ്. അങ്ങനെ ജയ്ബ്രോനെ പിക്ക് ചെയ്തു, വീട്ടിൽ കയറി ഫുഡും കഴിച്ചിട്ടാ. രാവിലെ 6 മണിക്ക് ഇറങ്ങിയോണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാശും ലാഭിച്ചു നമ്മൾ. ഇപ്പോൾ സമയം 8:58. ഇവിടെ നിന്ന് നേരെ ചെല്ലാനത്തേക്കാണ് ജയ്ബ്രോക്ക് പോകേണ്ടത്. ജയ്ബ്രോക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. ജയ്ബ്രോ നല്ലോണം കിടന്നുറങ്ങുന്നു. നമുക്ക് നൈസായിട്ട് വ്ളോഗ് ചെയ്ത് അങ്ങോട്ട് പോവാം. ജയ്ബ്രോ നല്ല ഉറക്കം, ഉറങ്ങിക്കോട്ടെ. നമുക്കൊരു 20 കിലോമീറ്റർ ഓടിക്കാനുണ്ട് കേട്ടോ. 20 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് റോഡാണ്. ജയ്ബ്രോ വണ്ടി കിടക്കണോണ്ട് നമുക്ക് കടപ്പുറമൊക്കെ കണ്ട് പതുക്കെ അങ്ങോട്ട് പോവാം. ജയ്ബ്രോനെ വണ്ടിയിലിട്ട് നമുക്ക് ഉറക്കാം. ഞങ്ങളുടെ സ്വന്തം പള്ളുരുത്തി ഇനി ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലേക്ക് കടക്കുന്നു. ഈ പാലം കഴിഞ്ഞാൽ ചെല്ലാനം ഗ്രാമപഞ്ചായത്തായി.
നല്ല റോഡാണ്ടത്. ഒരെല്ലും വണ്ടി പോകണ്ടല്ലോ. ചേട്ടനെ ഓടിക്കാൻ പഠിക്കണേണ്ട. അതിക്കേ പോവാം. ഇവിടെ പച്ചമീൻ ആദായ കടകളുണ്ട്. കയാക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കെട്ടാണ്ട്, ഇത് ഫിഷ് ഫാമാണത്. അവിടെ മീനെ വളർത്തും. എന്നിട്ട് വർഷത്തിലൊരിക്കൽ മീനെയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള മീൻ നമുക്ക് ചാടി പിടിക്കാനുള്ള ഒരു സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അതെല്ലായിടത്തും അങ്ങനെ ഉണ്ടാ. ഇപ്രാവശ്യം വറ്റിച്ചിട്ടില്ലെന്ന് തോന്നണം. വറ്റിച്ച് കഴിയുമ്പോൾ നൈസായിരിക്കും. എല്ലാവരും ചാടും ഇതിലേക്ക്. എന്നിട്ട് കുടത്തിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇടവെള്ളത്തിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ കൂട്ടുകാരന്മാരായിട്ടൊക്കെ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. രസമാണ്. ഞാൻ കയറി ചവിട്ടുന്നതിലൊക്കെ മറ്റേ വലിയ കരിമീനൊക്കെ ആയിരിക്കും. എന്നാ പൊളിയായിരുന്നു എന്നറിയോ. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കൂടി വറുത്ത് ഞങ്ങൾ ഒരു ബ്രെഡൊക്കെ മേടിച്ച് ഞങ്ങൾ കൂട്ടുകാരന്മാരുടെ ഒക്കെ പോയിരുന്ന് കഴിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. പൈസ അങ്ങനെ ചെല്ലാനത്തെത്തിട്ടോ. ചെല്ലാനം പള്ളിയുടെ ഓപ്പോസിറ്റാണ്. പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആൾക്കാരൊക്കെ ഉണ്ടോ. ഈ ബസ് ഇങ്ങോട്ടേക്ക് വരോടാ. നൈസ്. വളക്കാൻ പോകണം. ചെല്ലാനം പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ്ടാ. ഈ വഴി നേരെ അറ്റത്തേക്ക് എത്തണം. കുറേ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ കാണാം. ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ അല്ലേ, റിസോർട്ടിലേക്ക് വരുന്ന വഴി തന്നെ അടിപൊളിയാണ്ടോ. ശാന്തമായ സ്ഥലം. ഗൈസ് അങ്ങനെ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടാ. ഇവിടെ ഷീറ്റൊക്കെ വന്നിട്ടുണ്ട്. വന്ന് നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ തന്നെ സംഭവം വന്നു. സോ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി കാണാട്ടാ. ഇനി കുറച്ച് പോസ്റ്റ് ഉണ്ട് ഇവിടെ. കുറച്ച് വെള്ളം കുടിച്ചേക്കാം. 9 മണിക്കാണ് മരുന്ന് കഴിച്ചത്. 10-11 മണിക്ക് ഇനി അടുത്ത മരുന്ന്. 10:34 ഇനി ഇവിടെ നിന്ന് തുറവൂരേക്ക് പോകണം കേട്ടോ. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ 14,000 രൂപ ജയ്ബ്രോ തരും കേട്ടോ അല്ലേ. കൈസ് എങ്ങനെ നേരെ തുറവൂരേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അയ്യോ, ഇവിടെ ഒരു വള്ളിയായി കിടക്കുന്നു. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ബീച്ചാണ്, അതായത് കടലാണ് വന്നത്. പിന്നെ ഈ സൈഡിലാണ് ഒരു ക്രിസ്റ്റൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. വണ്ടിക്ക് എന്തോ പറ്റി ഗൈസ്. ഇവിടെയാണ് ക്രിസ്റ്റൽ മ്യൂസിയം അല്ലേ. ഇതാണത്. എന്താ ക്രിസ്റ്റൽ മ്യൂസിയം. നാച്ചുറൽ ക്രിസ്റ്റൽസ് ആൻഡ് ഫോസിൽസ്. നമുക്ക് ഇപ്പം എന്തായാലും കയറാനുള്ള. നമുക്ക് എന്തായാലും ഒരു ദിവസം വന്ന് നോക്കാട്ടെ ഇവിടെ എന്താണ് ക്രിസ്റ്റൽ മ്യൂസിയം. ഇവിടെ ഏരിയയിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോൾ പോകുമ്പോഴും ഞാൻ ആലോചിക്കും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതാണല്ലേ. ഇതാണ് കേട്ടോ മ്യൂസിയം, ക്രിസ്റ്റൽ മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. വെൽക്കം ടു ദ വൺ ആൻഡ് ഓൺലി ക്രിസ്റ്റൽ മ്യൂസിയം ഇൻ സൗത്ത് ഇന്ത്യ. വൺ ആൻഡ് ഓൺലി ക്രിസ്റ്റൽ മ്യൂസിയം ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ നോക്കാട്ടെ നമുക്ക്. വൺ ആൻഡ് ഓൺലി ക്രിസ്റ്റൽ മ്യൂസിയം ഇൻ സൗത്ത് ഇന്ത്യയില. അത് ചെല്ലാനത്താ വേറെ മൂട്. ഇവിടെ എന്തോ പ്രച്ഛന്ന വേഷമാണോ എന്ത് പള്ളിത്തോട്. ക്രിസ്റ്റൽ മ്യൂസിയം കാണാൻ വേണ്ടി വന്ന പിള്ളേരാണ്ട് അതൊക്കെ. ഇതാണ് പള്ളിത്തോട് ഷാപ്പിലേക്കുള്ള വഴി. നമ്മൾ വ്ളോഗ് ഇതിലേ കൂടി നമ്മൾ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നണം ഈ വഴി കൂടി. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നൈസാണോ. മീൻസ് മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിൽ ഷൂട്ട് ചെയ്തില്ലേ സൗബിൻ്റെ ഒക്കെ വീടില്ലേ. സൗബിൻ മറ്റേ
ഇവന്മാരുടെ ഷൈൻ്റെയൊക്കെ വീട്, സൗബിനും ഷൈൻ്റെയൊക്കെ വീടില്ലേ, ഒരു തുരുത്തിലാണെന്ന് പറയില്ല ആ വീട് ഇരിക്കണ ഇവിടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു കൊടുത്താലേ ബ്രോ? ഞാൻ കാണിച്ചു തരാടാ. ജസ്റ്റ് ഒരു 2 മിനിറ്റത്തെ ദൂരമുള്ളൂ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന്. അവിടെ നോക്കിയാൽ നമ്മുടെ ഹോം സ്റ്റേ കാണാനും പറ്റൂടാ. എന്തായാലും എൻ്റെ സബ്സ്ക്രൈബർ മച്ചാന്മാർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്ഥലം കാണിച്ചു തരാം. നമ്മുടെ പള്ളിത്തോട് ഷാപ്പിലേക്ക് പോകുന്ന വഴി ഈ പാലം കഴിഞ്ഞിട്ടില്ലേ, ഈ പാലം കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റിലേക്ക് കിടക്കണം. ഈ വഴിയാണ്ട, ഈ ഒരു കടയുണ്ട് മുറുക്കാങ്കട. ആ മുറുക്കാങ്കടയുടെ സൈഡിൽ കൂടെയുള്ള വഴി ഇതാണ്. വഴി ഇത്തിരി ശോഭമാണ്. അതെ, അങ്ങ് ദൂരെ, പക്ഷെ നമ്മുടെ ക്യാമറയിൽ കാണുമെന്നും എനിക്കറിയില്ല. അങ്ങ് ദൂരെ വൈറ്റ് കളറിലെ പെയിന്റ് അടിച്ചിട്ടാണല്ലോ, അതാണ് നമ്മുടെ ഹോം സ്റ്റേ. അവിടെ നിന്ന് ഇവിടം വരെ നമ്മ എത്തി. അതായത് അപ്പുറത്തെ കരയിൽ നിന്ന് ഇപ്പുറത്ത് വരെ എത്തി നമ്മ. ഇവിടെ നിന്ന് സൂപ്പറായിട്ട് കാണാല്ലേ ബ്രോ? വൈറ്റ് പാലസ് ഹോം സ്റ്റേ. വൈറ്റ് പാലസ് ആണ്, വൈറ്റ് പാലസ്. നൈസ്. വണ്ടി ഇത്തിരി കൺജസ്റ്റഡ് ആണ്. ഇറങ്ങിക്കോ അങ്ങോട്ട്, ഒരു സീനുമില്ല. നൈസ്. ഈ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഹോം സ്റ്റേ, അല്ല കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഷൂട്ടിങ് നടന്ന സ്ഥലം. എന്തോ പണി നടക്കണേണ്, അതാണ് ഇത്തിരി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും കാണിച്ചു തരാം. ഇവിടം വരെ വന്നിട്ട് ഞാൻ കാണിക്കാതിരിക്കൂല. ആ പടത്തിൽ പറയുന്നുണ്ട് ഒരു പട്ടിത്തുരുത്ത് എന്നങ്ങാണ്ടോ പറയണത്. പട്ടികളെയൊക്കെ കൊണ്ട് തള്ളണ തുരുത്തെന്ന് പറയില്ല, അവന് കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ ഫാസിലിൻ്റെ അടുത്ത്. ആ പട്ടികളെയൊക്കെ കൊണ്ട് തള്ളണ തുരുത്തല്ലേ, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ആ തുരുത്തിനാണ്, ഇതാണ് ആ സ്ഥലം. പക്ഷെ ഇത് തുരുത്തൊന്നും അല്ലത് അല്ലേ? അല്ല അവിടെ ചേച്ചിമാരൊക്കെ മറ്റേ എന്ത് പണിയാ ചെയ്യപ്പോ? ഇത് തൊഴിലുറപ്പല്ലേ? തൊഴിലുറച്ചിരിക്കണം. തൊഴിലുറപ്പ്. അയ്യോ, സ്ഥലം വെറുതെ 3 സ്ഥലമാണ്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? തുരുത്ത് ഇവിടെ നിന്നാ കാണാൻ പറ്റും. ശരിക്കും അങ്ങോട്ടേക്ക് വഞ്ചിയിലാണ് പോകേണ്ടത്. ഇവിടെ നമ്മുടെ ചേട്ടന്മാരുണ്ടെങ്കിൽ നമ്മളെ വഞ്ചിയിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചു തരും. ആ അതെ, ഇവിടെയാണ്. ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. ആടാ, അതേക്കാണ്. കാണിച്ചു തരാടാ. ചേട്ടൻ നിർത്തിയിട്ടേക്കണം. ഇതാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഷൂട്ടിങ് അല്ലേ ഏട്ടാ? ഇതല്ലേ? ഇതാണ് ആ സ്ഥലം. വഞ്ചി ഉണ്ടെങ്കിൽ ആ ചേട്ടന്മാരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനല്ലേ. അവിടെ ഇപ്പം എന്താ സംഭവിച്ചേക്കണം? അവിടെ കെട്ടാണത്, ചെമ്മീനൊക്കെ അല്ലേ ഇടണല്ലേ? ചെമ്മീനൊക്കെ പിടിച്ചിട്ട് അവിടെ ഇട്ട് സെറ്റാക്കിയേക്കണേ. ഇത് അവർ സെറ്റ് ചെയ്തിട്ട് അഴിച്ചു മാറ്റിയിട്ടില്ലല്ലേ, പൊളിച്ചിടഞ്ഞല്ലേ? ഇത് അവർ പണിതാണല്ലേ? അതെ. ആ ചേട്ടനാണോ സ്ഥലം? അല്ലേ? ബാക്കി ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ സൗബിനും ഷൈനും ശ്രീനാഥ് ബാസിയും എല്ലാവരും വന്ന് അടിച്ചു പൊളിച്ച സ്ഥലം. പക്ഷെ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വഞ്ചിയിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അപ്പുറത്തേക്ക് വഴിയൊന്നും ഇല്ലല്ലേ? വഴിയില്ലല്ലേ? ഒരു ഐലൻഡാണത്. വഞ്ചിയിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ സ്ഥലം അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേട്ടാ. അങ്ങ് ദൂരണ്ട, വെള്ള പെയിൻ്റ് അടിച്ചാണ്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കറങ്ങി ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഗൈസ് സ്ഥലം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഗൈസ് ഇവിടെ നോക്കിയാൽ നല്ല കൂളായിട്ട് കാണാം. സൂപ്പർ. അതിൻ്റെ മേളിൽ നിന്ന് കയറി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റൂടാ ഈ ഏരിയ. ഇതാണ് സംഭവം. മീനെ കിട്ടിയ ബ്രോ? കരിമീനാണോ കിട്ടണത്? പിള്ളേർ മീൻ പിടിച്ച് സെറ്റായിക്കൊണ്ടിരിക്കണേ. യെസ്. നമ്മുടെ ചേട്ടന്മാരൊക്കെ തോട്ടിലിരുന്ന് മീനൊക്കെ പിടിക്കണണ്ട. നൈസല്ലേ?
ആ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലം നോക്കി പൊളി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വല്ലവൻ്റെയും പ്രോപ്പർട്ടി ആയിരിക്കും. നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പാടില്ല. എന്നാലും നമുക്ക് ഇടിച്ച് കയറി ചെല്ലാം, പാട്ട് കേൾക്കും, അപ്പോൾ നമുക്ക് തിരിച്ച് പോരാം. എങ്ങനെയുണ്ട് സ്ഥലം നോക്കി നിങ്ങൾ. ഇതിലെ കൂടി വഴിയുണ്ട് കേട്ടോ ഗൈസ്, വേറെ കൂട് വഴിയൊക്കെയാണ് നോക്കി. ഗ്രാമീണ സുന്ദരമായ സ്ഥലം, പിന്നെ അറ്റം വരെയൊക്കെ നടന്നൊക്കെ പോവാട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ വേറെ മൂട്. കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. എൻ്റെ സബ്സ്ക്രൈബർമാർക്കല്ലാണ്ട് പിന്നെ ഞാൻ ആർക്ക് കാണിച്ചു കൊടുക്കാനാണ്. പക്ഷെ എൻ്റെ പൊന്നോ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. ഇവിടെ മീൻ ഇട്ടിട്ടില്ല, മീൻ ഇടാൻ വേണ്ടി പോണേ. ഈ ചേട്ടൻ്റെ വീടാണത്. പള്ളിത്തോടിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടെന്ന് ഞാൻ കണ്ട പോണേ. പൊളി മൂട്. എന്നാ വൈബാണ്. ഈ വഴി നേരെ പോകാൻ പറ്റുമോ അറ്റം വരെ? പറ്റൂലല്ലേ, കാടാണല്ലേ. ആ ഇവിടെ മീൻ ഇട്ടിട്ടില്ലല്ലേ? ഇവിടെ പിടുത്തം കഴിഞ്ഞു. ആ അടിപൊളി. എന്തായാലും നമുക്ക് കറങ്ങി കഴിഞ്ഞ് ഇനി കാറിനങ്ങോട്ട് തന്നെ പോവാം. വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഇപ്പം നട്ടുച്ച സമയമായി, 11 മണിയായി. 11 മണിയല്ല, പക്ഷെ നട്ടുച്ച സമയത്ത് വെയിലിട്ട എന്നാ മൂട് സ്ഥലം നോക്കിയ അല്ലേ. പൊളിയല്ലേ പൊളിയല്ലേ പൊളിയല്ലേ. ഇപ്പം നല്ല കൊടും വെയിലാണ്. ശരിക്കും അപ്പുറത്തോട്ടൊക്കെ പോണേന്നുണ്ടെങ്കിലേ വൈകിട്ടൊക്കെ വരണം. വാ, നമ്മുടെ ഹോം സ്റ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് കാറിന് ഇങ്ങോട്ട് വരാം. എന്നിട്ട് കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് വഞ്ചിയിൽ ഈ പറഞ്ഞ പോലെ സൗബിൻ്റെയും ഷൈൻ്റെയും വീട്ടിലൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിച്ച് അപ്പുറത്തെ പള്ളിത്തോട് കള്ള് ഷാപ്പിലൊക്കെ പോയി ബ്ലാസ്റ്റ് ചെയ്ത് എന്നാ മൂടായിരിക്കും. ഇവിടെ ഇട്ട് വളക്കാം. അവിടെ വളക്കാൻ പറ്റുമല്ലേ? ആ ഇതിൻ്റെ അറ്റത്ത് കായലാണ്ട. ഇതൊക്കെ ഫാമാണ്, ഫിഷ് ഫാമാണ്. ഇതൊക്കെ വെള്ളം വറ്റിച്ചിട്ടിട്ട് ഉപ്പിട്ട് അല്ലേ, മറ്റേ എന്തോ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവില്ല, അതിനെയൊക്കെ കൊല്ലാൻ വേണ്ടി ഒരു സാധനം ഇടും. അതൊക്കെ ഇട്ട് ക്ലീൻ ആക്കിയിട്ട് അടുത്ത വെള്ളം അടിച്ച് കയറ്റി മീനെ ഇട്ട് വളർത്തി വലുതാക്കി വിൽക്കും. അതാണ് പരിപാടി. ഈ ഏരിയ ഒക്കെ മൊത്തം ഫിഷ് ഫാമിങ്ങിൻ്റെ ഏരിയ. ആ കാണുന്നതാണ് പള്ളിത്തോട് ഷാപ്പ്. ഞാൻ അവിടെ കാണിച്ച ദേശാടന കിളികൾ ഇവിടെ നിരന്നീക്കാണ് ഗൈസ്. എൻ്റെ പൊന്നെ, ഞാൻ കാണിച്ചു തരാട്ടാ, ഐഫോണിൽ ഷൂട്ട് ചെയ്യാം. എൻ്റെ പൊന്ന് ഗൈസ്, ഇവിടെ ഒരെണ്ണത്തിൻ്റെ സൈസ് ഞാൻ കണ്ടിടാ. തീയതി മറ്റേ ചുണ്ടുള്ള ആ സാധനങ്ങൾ. അവിടെയാണ് കൂടുതലുള്ള ഏട്ടാ. തീക്കൻ ആണോ ഈ സാധനം? ഒരു വെറൈറ്റി സാധനമാണ്. എൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യേണ്ടി വരും, എനിക്കറിയില്ലട്ടോ. ഇവിടെ നിൽക്കേണ്ട സാധനം എന്തോരം നോക്കി നിറച്ചുണ്ട് കേട്ടോ, നിറച്ച്. ഈ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാടാ. എൻ്റെ വണ്ടി ബുക്ക് ചെയ്താൽ മതി. ജസ്റ്റ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് പറയാം ബ്രോ ട്രിപ്പ് പോകണം ബ്രോ എന്ന് പറയാം. ആ അറ്റത്ത് കാണാടാ, അതാണ് പള്ളിത്തോട് കള്ള് ഷാപ്പ്. അവിടെ കയറിയെന്ന് വൈകുന്നേരം സമയത്ത് അങ്ങോട്ട് നോക്കിയിരുന്ന് 2 കുപ്പി കള്ളും മേടിച്ചടിച്ച് ഈ ദേശാടനക്കിളികളെ നോക്കി കൊന്നനം കുത്താൻ എന്നാ രസമാണെന്നറിയോ. അല്ല ഗൈസ്, എന്തോരമാണ് നോക്കി, എന്തോരം. എനിക്ക് തോന്നണ ഒരു 10,000 കണക്കിന് ഉണ്ട്. 10,000-ന് വെള്ളം ഉണ്ട് എന്തായാലും. അതൊക്കെ അതാണ് കള്ള് ലൈവായിട്ട് കുടിക്കണം. ഞാൻ മദ്യപാനം പ്രൊമോട്ട് ചെയ്യണല്ലേടാ, ഞാൻ ഇവിടുത്തെ വൈബ് അനുസരിച്ച് പറയണതാണ്. ഒരേ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ വൈബ് അനുസരിച്ച് പറയണമല്ലോ. അതുകൊണ്ട് ഞാനിന്ന് ഈണത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ശമര, നിങ്ങൾക്ക് ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാനെല്ലാം കാണിച്ചു തരാം കേട്ടോ. ജയ്ബ്രോ പോസ്റ്റായി സാരില്ല, ജയ്ബ്രോയും എൻജോയ് ചെയ്തിട്ടാണ്. കാരണം ഒരേ ദിവസം വരുമ്പോഴും ഒരേ കാഴ്ചകളാണ് നമ്മുടെ ഈ ഏരിയയിൽ. അപ്പോൾ ജയ്ബ്രോ എൻജോയ് ചെയ്യും. കാരണം ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യാതെ പോകില്ല. അങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതലുള്ളത്. ഈ ഏരിയയിൽ ഒരു കള്ള് ഷാപ്പ് കൂടി ഉണ്ട്. കള്ള് നല്ല കള്ളാണ് ഇവിടുത്തെ. ഞാൻ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഈ സൈഡിൽ കള്ള് ഷാപ്പാണ്. കൊറോണ സമയത്തെ ഇവർ ഇവിടെ വന്ന് ഞാൻ മേടിച്ചായിരുന്നു. സത്യമായിട്ട് തന്നെ പറഞ്ഞേക്കാം. അടുത്ത പണി വണ്ടി ഇവിടെ ഇട്ടിട്ട് ഈ റോഡ് ക്രോസ് ചെയ്യണം. കാരണം വണ്ടി ഇതിലേക്ക് കൂടി വരില്ല. ഇവിടെയാണ് വന്നത്. ഈ വീട് കണ്ട, ഈ വീട്ടിൽ ഇതിൻ്റെ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ മയിൽ, താറാവ്, കോഴി, പട്ടി, പൂച്ചയൊക്കെ ഉണ്ട്. അപ്പം അത് മേടിക്കാൻ വേണ്ടി വന്നേക്കണത്. മേളിൽ മാലാക മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മാലാക
ഒരെണ്ണം കൂടി വേണമെന്ന് തോന്നുന്നു ജയ്പ്രോക്ക്. അത് മേടിക്കാൻ വേണ്ടി വന്നേക്കണേ. വണ്ടി ഞാൻ അപ്പുറ സൈഡ് ഇട്ട്. ഓക്കെ, അതാകിയ തവളയൊക്കെ ഇരിക്കണണ്ട. തവള, പട്ടി, പൂച്ച എല്ലാം ഉണ്ട്. ജയ്പ്രോ മേടിച്ച മാലാകേണ്ടത് 32 മാലാക പറക്കണില്ല ഗൈസ്. മാലാകനെ ഞങ്ങൾ പറപ്പിച്ച് വണ്ടിയുടെ ഡിക്കി കയറില്ല, ഫ്രണ്ട് സീറ്റ് വെക്കാൻ മതി. പരിപാടിയൊക്കെ കഴിഞ്ഞ് സാധനം ഫ്രണ്ടിലെടുത്ത് വെച്ചിട്ടാ മാലാക. സോ ലെറ്റ്സ് ഗോ. ഇനി നേരെ ചെല്ലാനത്തേക്ക് പോന്നു. അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി ഫുഡ് അടിക്കാം. പുറത്തുനിന്ന് അടിക്കണേ. കേസിന് ചെല്ലാനത്തെത്തിയിട്ടാണടാ. ഒരു ദിവസം എൻ്റെ ഒരു ദിവസം നിങ്ങളും കണ്ടുകൊണ്ടിരിക്കണാണ് എന്തൊക്കെയാണ് സംഭവിക്കണേന്ന്. സ്ഥലത്തെത്തിയിട്ടാ, ചെല്ലാനത്തെത്തി. ഇനിയിപ്പോൾ ഇത് ഇറക്കുന്നു. ഞങ്ങൾ നേരെ തിരിച്ച് കൊച്ചിയിലേക്ക് ഇട്ടാ. എൻ്റെ വീടിൻ്റെ അവിടെ ജയ്പ്രോ വണ്ടി വെച്ചേക്കണം. ഇനി ജയ്പ്രോനെ അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് അടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അങ്ങനെ 1 മണി 1:30 മണിയാവട്ടെ അവിടെ എത്തുമ്പോൾ. ഇന്നത്തെ പണി കഴിഞ്ഞപ്പോൾ. യെസ്, ഇനി നാളെ രാവിലെ ഇറങ്ങോളൂ കേട്ടാ. അത് ഞാൻ ക്ലീൻ ആയിക്കോളാം ബ്രോ. ഐസപ്പ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ട് എൻ്റെ 2,500 രൂപ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ. ഇന്നത്തെ ഓട്ടം അവസാനിച്ചിരിക്കുന്നു. പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ 5 മണിക്ക് ഇറങ്ങും. ഇന്ന് 6 മണിക്കല്ല ഇറങ്ങിയാണ്. നാളത്തെ വ്ളോഗിൽ ഞാൻ 5 മണിക്ക് ഇറങ്ങും. നാളത്തെ ദിവസം എന്തൊക്കെയാണ് സമ്പാദിക്കാൻ പറ്റണതെന്നൊക്കെ നമുക്ക് നോക്കാം. 5 മണി തൊട്ട് 1 മണി വരെ നമുക്ക് എത്ര രൂപ ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഇന്നിപ്പോൾ ഞാൻ 6 മണി തൊട്ട് 1 മണി വരെ ഞാനൊരു 2,500 ഒപ്പിച്ചിട്ടാണ്. സോ നാളെ 5 മണി തൊട്ട് 1 മണി വരെ എന്താ പരിപാടി നോക്കാം. ഈ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ഓടിയിട്ട് ഒരു കോപ്പം കിട്ടാനുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ടൈമൊന്ന് മാറ്റി പിടിച്ചതും. പിന്നെ ഈ പേഴ്സണൽ ഓട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജീവിച്ച് പോകണ വേണ്ട. അപ്പോൾ ഒന്നിനും മാത്രം നിന്ന് കഴിഞ്ഞാൽ പണി നടക്കൂല. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഒന്നും കിട്ടിയില്ല, ശോകം. അപ്പം എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല. എന്തായാലും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാന്മാർക്കും നന്ദിയുണ്ടിടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ മച്ചാന്മാരെ. എന്തായാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബും കൂടി ചെയ്ത് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു മച്ചാനുണ്ട് കൊച്ചിയിൽ, നൈസാണെന്ന് പറയാം. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഗീവ് അവേ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ആകട്ടെ, സെറ്റ് ആകട്ടെ, എന്നിട്ട് നമുക്ക് പൊളിക്കാം. നമ്മളിപ്പോൾ പോയത് ദാ കായലിൻ്റെ അപ്പുറത്താണ്. ദാ വീട് കണ്ട, കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെയാണ് നമ്മൾ പോയത്. ഈ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലാണ് നമ്മൾ പോയത്. അവിടെയാണ് മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ആ വീട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഏരിയയൊക്കെ കറങ്ങി പള്ളിത്തോട് ഷാപ്പിലൊക്കെ കണ്ട് അങ്ങനത്തെ ദിവസം വരുന്നുണ്ട് ഇന്നത്തെ ദിവസം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ഗൈസ്. ബൈ ബൈ ഗൈസ്. ഇത് കണ്ട, ഈ സീൻ കണ്ട റോട്ടിലോട്ടൊക്കെ വീഴണണ്ട. എന്ത് മണമാണെന്ന് അറിയോ പുറത്ത്? ഈ മീനിൻ്റെ ചീന വെള്ളമാണ് ആ വീണത്. അതെന്താ, അത് അടച്ചു വെക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട വലിയ കാര്യമുണ്ടോ? ഓക്കെ, ഈ ആൾക്കാരൊക്കെ മൂക്ക് പൊത്തിപ്പിടിച്ചിരിക്കണമെന്നിരിക്കണം. ഞാൻ വന്ന വഴിയിലൊക്കെ ഇങ്ങനെ മൂക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കണേ. അപ്പോൾ മറ്റേ ടർബോൻ്റെ കടയിൽ കയറിയപ്പോൾ ആ മൂക്ക് പൊത്തിപ്പിടിച്ചിരുന്നപ്പോഴാണ് ഈ വണ്ടി ഫ്രണ്ടിൽ കയറിയത്. ഈ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ചീന വെള്ളം ഇങ്ങനെ വീണുകൊണ്ട് തന്നെ ഇരിക്കണേ. വല്ലാത്ത അവസ്ഥ.